നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ മന്ത്ലി, വീക്കിലി, ഡെയിലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയുടെ ചാർട്ട് അനാലിസിസ് ചെയ്ത് നല്ല സപ്പോർട്ട് റീജിയൻസ്, നല്ല റെസിസ്റ്റൻസ് റീജിയൻസ്, മാർക്കറ്റ് ഏത് ഡയറക്ഷനിലാണ് കൂടുതലും മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഒക്കെ കണ്ടെത്താൻ പോകുന്നു. വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ മന്ത്ലി വ്യൂ ആണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത് നിഫ്റ്റിയുടെ. ഇപ്പോൾ നിഫ്റ്റി ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 17,158 എന്ന പോയിന്റിലാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും മന്ത്ലി വ്യൂവിൽ ഈ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ, ഇത് ജൂലൈ മാസത്തെ ക്യാൻഡിലാണ്. ക്ലിയർ ആയിട്ട് നല്ല സൂപ്പർ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് നമുക്ക് ഇവിടെ ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം ക്ലിയർ ആയിട്ട് നമുക്ക് ജൂലൈ മന്തിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ മുമ്പോട്ടും ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ അകത്ത് തന്നെയാണ് ഇപ്പോഴും ആ ഒരു ക്യാൻഡിൽ ഉണ്ടായി നിൽക്കുന്നത്. നമുക്ക് ഇനി വീക്കിലിയിലോട്ടൊന്ന് വരാം. നമ്മൾ വീക്കിലിയിലോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ അകത്ത് ഈ ഒരു മൂവ്മെൻ്റാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ചാനലിൻ്റെ ടോപ്പിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പം നിഫ്റ്റി ക്ലോസിങ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ, കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ക്യാൻഡിൽ അതിശക്തമായ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ക്ലോസിങ് തന്നിരിക്കുന്നത്. അപ്പം മാർക്കറ്റിൽ കണ്ടിന്യൂവേഷൻ തീർച്ചയായിട്ടും നമുക്ക് മന്ത്ലിയിലും വീക്കിലിയിലും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഉള്ള റെസിസ്റ്റൻസ് റീജിയൻ ആണ് ഇത്. ഈ ഒരു ടോപ്പ്, ഈ ഒരു ടോപ്പ്, ഈ ഒരു ടോപ്പ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു ലൈൻ വീണ്ടും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ ഈ ഒരു ലൈനൊക്കെ ഡ്രോ ചെയ്ത് വെക്കുക. അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുമ്പോഴത്തേനും നമുക്ക് മാർക്കറ്റ് ചിലപ്പോൾ ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകുവാണ്. അതിട്ട് ആ ഒരു ലൈനിനോടൊക്കെ ടച്ച് ചെയ്ത് റിവേഴ്സ് ക്യാൻഡിലും അല്ലെങ്കിൽ ബീറിഷ് ക്യാൻഡിലൊക്കെ ഡെയിലി ക്ലോസിങ് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റത്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാർട്ടായിട്ട് നിങ്ങളൊന്ന് ഡ്രോ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ നിഫ്റ്റിയിൽ തന്നെ നിങ്ങൾ ഡ്രോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സ്റ്റോക്കിൽ നിങ്ങൾക്ക് നല്ല എൻട്രീസ് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു റീജിയൻ ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് റീജിയൻ ആണ് ഈ ഒരു റീജിയൻ. അപ്പോൾ അതൊരു 17,600, 700 റീജിയനിലാണ് നമുക്ക് ആ ഒരു ലൈൻ റെസിസ്റ്റൻസ് എടുക്കാനുള്ള ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇപ്പോഴും അത് ഫോളോ ചെയ്ത് തന്നെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കല്ല, നിഫ്റ്റി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഓരോ ക്യാൻഡിലും, ഓരോ വീക്കിലി ക്യാൻഡിലും ഇങ്ങനെ ടച്ച് ചെയ്ത് ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ട്രെൻഡ് ലൈനും നല്ലൊരു പ്രസക്തിയുണ്ട് മുമ്പോട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ഒക്കെ കണ്ടാണെങ്കിലും നമ്മുടെ ഒരു പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീജിയണിൽ നിന്ന് വീണ്ടും ഇങ്ങനെ ഒരു യു ടേൺ എടുത്ത് മുകളിലേക്ക് ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന വീഡിയോ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ ഒരു മൊമെൻറ്റ് തന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് ഒരുപക്ഷെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, ഒരുപക്ഷെ ഗ്യാപ്പ് അപ്പ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു റീജിയൻ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 17,400, 450 റീജിയൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. 17,400, 450 റീജിയനിൽ ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം വന്ന് ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തു 17,400 റീജിയനിൽ. അതിനുശേഷം ബ്രേക്ക് ഔട്ട് തന്നു, എന്നിട്ട് താഴോട്ട് വന്നു, വീണ്ടും ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു റീജിയനിലൊക്കെ ട്രേഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 17,400 റീജിയനിൽ നമുക്ക് ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യാം. അപ്പം അത് ബ്രേക്ക് ചെയ്താണ് പോകുന്നതെങ്കിൽ, ഡയറക്റ്റ് ബ്രേക്ക് ചെയ്താണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ലൈൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരു ലൈനിൽ വീണ്ടും നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റീജിയനിലൊക്കെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ എൻട്രി എടുത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റീജിയനിലൊക്കെ നമുക്ക് ഹാഫ് ക്വാണ്ടിറ്റി ഒക്കെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റിലാണ്, ഒരു 50%, 20% ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹാഫ് ക്വാണ്ടിറ്റി വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അങ്ങനെയുള്ള റീജിയനിൽ വീണ്ടും കറക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതല്ല, നമുക്ക് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കി വീണ്ടും ആ ഒരു റീജിയൻ ബ്രേക്ക് ഔട്ട് തന്ന് നമുക്ക് മുകളിലേക്ക് ഡെയിലിയിൽ പോരാ, നമ്മൾ വീക്കിലിയിലൊക്കെ ഇതിന് മുകളിൽ നല്ലൊരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഔട്ട് ആയിട്ട് വീണ്ടും അതിൻ്റെ ചാനലിൻ്റെ കണ്ടിന്യൂവേഷനൊക്കെ നമുക്ക് അത് വെച്ച് നമുക്ക് എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. കൂടുതലായിട്ടും നമ്മൾ മന്ത്ലിയിലും വീക്കിലിയിലും ഡെയിലിയിലും നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ, ബുള്ളിഷ് മൊമെൻറ്റം ആണ് കാണിക്കുന്നത്. അപ്പം മാക്സിമം ഒരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ മെയിൻ റെസിസ്റ്റൻസ് റീജിയൻസ് ആണ് ഫസ്റ്റ്, സെക്കൻഡ്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഇത് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഈ ഒരു 16,850, 16,900 റീജിയനാണ്. ഫസ്റ്റ് നമുക്കൊന്ന് ചെറിയൊരു കറക്ഷൻ ഉണ്ടായി ഈ ഒരു മൊമെൻറ്റം തരാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 16,850, 16,900 ആ ഒരു റീജിയനിലേക്ക് വരാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ഒരു
അപ്സൈഡ് മൊമെൻറ്റം തരാം. അങ്ങനെ വരുമ്പോഴും ഈ ഒരു റീജിയനും വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്ന് ഇവിടെ കൺസോളിഡേറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ബ്രേക്കൗട്ട് തരാം. അങ്ങനെ ബ്രേക്കൗട്ട് തരുവാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് വീക്കിലിയിൽ ക്ലോസിങ്ങും ഒരു നല്ല രീതിയിൽ ആ ഒരു റീജിയനിൽ ട്രേഡ് ചെയ്താണ് ഒരു ബ്രേക്കൗട്ട് തരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ചാനലിൻ്റെ ബ്രേക്കൗട്ട് തന്നു എന്ന് പറയാം. വീണ്ടും മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലേക്ക് വീണ്ടും എത്തി എന്ന് നമുക്ക് പറയാം. നല്ലൊരു പോസിറ്റീവ്നെസ്സിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയാം. അതല്ല മാർക്കറ്റ് ഒരു ഇവിടം വരെ പോയിട്ട് ഡയറക്റ്റ് റിവേഴ്സലൊക്കെയാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും താഴത്തെ ലെവൽസൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴോട്ട് വരുമ്പോൾ ഉള്ള ലെവൽസ് എന്ന് പറയുന്നത് 16,850, 900 റീജിയൻ നല്ലൊരു സപ്പോർട്ടാണ്. അതിൻ്റെ താഴെയുള്ള സപ്പോർട്ട് റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 16,400, 450 റീജിയൻ നമുക്കിപ്പോൾ നിലവിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു ട്രെൻഡ് ലൈനും ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈ ഒരു റെസിസ്റ്റൻസിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ കൂടുതലായിട്ടും ചാർട്ട്സ് ഡ്രോ ചെയ്ത് വെക്കുക, സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസിങ് തരുന്നതനുസരിച്ച് കുറച്ചും കൂടെ നെക്സ്റ്റ് ഡേയിലേക്ക് നല്ല പ്രഡിക്ഷൻസ് നടത്താൻ സാധിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഈ ഗ്യാപ്പ് ഡൗൺ ഒക്കെയാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ അപ്പം അതനുസരിച്ച് നമുക്ക് ആ ലെവൽസിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു ലെവൽസിൽ എത്തിയിട്ട് സപ്പോർട്ട് എടുത്ത് മുമ്പോട്ട് ഡെയിലി ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ആണോ ഉണ്ടാകുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു റീജിയനിലൊക്കെ ഗ്യാപ്പ് അപ്പ് ആണോ ഉണ്ടാകുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ടായി വീണ്ടും ഒരു യു ടേൺ അടിച്ച് ആ ഒരു പുൾ ബാക്കിൽ നിന്ന് ഒരു റിക്കവറി ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ടോട്ടലി മാർക്കറ്റ് പോസിറ്റീവാണ് മന്ത്ലിയിലും വീക്കിലിലും ഡെയിലിയിൽ. അപ്പം മുമ്പോട്ടുള്ള ക്യാൻഡിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിലുണ്ടാകുന്ന ന്യൂസസും എല്ലാം നോക്കിയതിന് ശേഷം നല്ല എൻട്രീസ് എടുക്കുക. മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് എടുക്കുകയാണെങ്കിലും കൃത്യമായിട്ട് നിങ്ങളുടേതായ റൂൾസ് ക്രിയേറ്റ് ചെയ്ത് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നഷ്ടങ്ങളും ലാഭങ്ങളും ഒക്കെ ഉണ്ടായാലും ആ ഒരു ടോട്ടൽ ഒരു ആവറേജിലേക്ക് വരുമ്പോൾ മന്ത്ലി അല്ലെങ്കിൽ ഇയർലിക്ക് ഒരു മോശമില്ലാത്തൊരു റിട്ടേൺ കിട്ടത്തുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പം ഇത് എൻ്റെ അനാലിസിസ് ആണ്. അപ്പം ഇതുപോലുള്ള കൂടുതൽ അനാലിസിസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി അതിൻ്റെ അതും ജോയിൻ ആവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം.